നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടൂരിൽ അനധികൃത പന്നി ഫാം അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകി. മതിലകം പുതിയകാവിൽ ക്ഷേത്രം ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഹരിത MLA TN പ്രതാപന്റെ ഹൈടെക് ഗ്രീൻ ഹൗസ് സന്ദർശിക്കാൻ പടിഞ്ഞാറെ മമ്പലൂർ MES സ്മാർട്ട് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തി. വാർത്തകൾ വിശദമായി. കാട്ടൂരിലെ അനധികൃത പന്നി ഫാം അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകി. കാട്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി MH ഹാഷിഖാണ് ഇത് സംബന്ധമായി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഫാം ഉടമ മധുരംപിള്ളി സ്വദേശി താടിക്കാരൻ അന്തോണി മകൻ ജോജോ, ഭാര്യ ത്രേസ്യ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ 4 ഷെഡുകളിൽ 40-ലധികം പന്നികളെ വളർത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇവയുടെ വിസർജ്യങ്ങളും മറ്റ് മാലിന്യങ്ങളും പ്രദേശത്ത് ജപ്പാൻ ജ്വരം, മലമ്പനി, മന്ത് തുടങ്ങിയ രോഗങ്ങൾക്ക് ഹേതുവായ കൊതുകുകൾ വളരുവാൻ കാരണമായിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും 7 ദിവസത്തിനകം ഫാം അടച്ചുപൂട്ടി ഓഫീസിൽ വിവരമറിയിക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് ലൈവ് സ്റ്റോക്ക് ലൈസൻസ് പ്രകാരവും കാറ്റിൽ ട്രസ്പാസ് ആക്ട് പ്രകാരവും കുറ്റകരമായ ശിക്ഷാർഹമായ പ്രവൃത്തിയാണ് ഫാം അധികൃതർ ചെയ്യുന്നതെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അതേസമയം പന്നി ഫാം നടത്തിപ്പുകാരിൽ 2 പേർ പന്നികളെ ഫാമിൽ നിന്നും മാറ്റിക്കഴിഞ്ഞു. എന്നാൽ ഒരാൾ പന്നികളെ മാറ്റാൻ തയ്യാറായിട്ടില്ല. കുളമ്പ് ദിനം പിടിപെട്ട 60ഓളം പന്നികൾ അവശ്യനിലയിൽ മരണമുഖത്താണ്. 4 ദിവസമായി ഇവയ്ക്ക് ഭക്ഷണമോ വെള്ളമോ നൽകുന്നില്ലെന്ന് ഫാമിലെ ജോലിക്കാർ പറഞ്ഞു. കാട്ടൂരിലെ ജനകീയ കൂട്ടായ്മ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പന്നികൾക്ക് ഭക്ഷണം നൽകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം പിന്തിരിഞ്ഞു. ഇരിങ്ങാലക്കുട CIയുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ശ്രമത്തിൽ ശനിയാഴ്ചക്കകം പന്നി ഫാം പൂട്ടാൻ ധാരണയായിട്ടുണ്ടെന്ന് അറിയുന്നു. മതിലകം പുതിയകാവിൽ ക്ഷേത്രം ജീവനക്കാരെ കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പുതിയകാവ് ശ്രീ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പുതിയകാവ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് M മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ധർമ്മൻ അധ്യക്ഷനായി. KP ശശീന്ദ്രൻ, PT രാജു, M ശശീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പുതിയകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കുന്നത്ത് വീട്ടിൽ റഷീദിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു. പണി ആരംഭിച്ച് മാസം പിന്നിട്ടിട്ടും റോഡ് നിർമ്മാണം ഇഴയുകയാണെന്ന് നാട്ടുകാർക്ക് പരാതി. കാളമുറി ബീച്ച് റോഡിനെ കുറിച്ചാണ് പരാതി. റോഡിന്റെ കാനപ്പണി പോലും ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ഇതുമൂലം കിലോമീറ്ററിലധികം ചുറ്റിവളഞ്ഞ് സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. കാളമുറി സെന്ററിലെ ഓട്ടോ തൊഴിലാളികളാണ് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത്. വഴിമുടക്കിയിട്ട റോഡിൽ കാൽനടയോ സൈക്കിൾ സവാരിയോ പോലും സാധ്യമല്ല. അടിയന്തരമായി പണി പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതേസമയം 18 കൊല്ലമായി ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന റോഡിന് ഇപ്പോഴാണ് MLA ഫണ്ടിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നുമായി 30 ലക്ഷം രൂപ അനുവദിച്ചു കിട്ടിയത്. ഏറ്റവും നല്ല രീതിയിൽ പണിയുന്നതിന് അല്പം കാലതാമസം വരുമെന്നും മഴ വന്നതുമൂലമാണ് നിർമ്മാണം ഇടയ്ക്ക് നിന്നതെന്നും അല്പം കാത്തിരിക്കണമെന്നും നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കാനയില്ലാത്തതായിരുന്നു റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് കാരണം. വെള്ളക്കെട്ടൊഴിവാക്കാൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വീതിയിൽ കാന നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ പണി പുരോഗമിക്കുകയാണ്. കാളമുറി സെന്റർ തുടങ്ങി തൈവെപ്പ് വരെയുള്ള ഭാഗമാണ് ഇപ്പോൾ പണിയുന്നത്. കൃഷിയിൽ മാതൃകയായി പുലരി കൂട്ടായ്മ. നെല്ല്, വാഴ, കൊള്ളി, പച്ചക്കറികൾ തുടങ്ങിയവ കൃഷി ചെയ്ത് യുവ കൂട്ടായ്മ മാതൃകയാവുന്നു. ചന്ദ്രാപിന്നി ഈസ്റ്റിലെ പുലരി പുരുഷ സ്വയം സഹായ സംഘമാണ് വേറിട്ട വഴിയിലൂടെ ശ്രദ്ധേയമാവുന്നത്. 21 അംഗങ്ങളിൽ 15 പേരാണ് 3 വർഷമായി കൃഷിയിൽ മുന്നേറുന്നത്. ഒഴിഞ്ഞ ഭൂമികൾ പാട്ടത്തിനെടുത്ത് കൃഷിയോഗ്യമാക്കിയാണ് സംഘത്തിന്റെ പരീക്ഷണം. കൃഷി വിജയമായതോടെയാണ് ഇക്കുറി നെല്ല് പരീക്ഷിച്ചത്. ഈസ്റ്റിൽ മാണിയത്ത് ഭാസ്കരന്റെ 1 ഏക്കർ ഭൂമി വിട്ടുകിട്ടിയതോടെ കരനെൽ കൃഷി നടത്തി. ജ്യോതി വിത്താണ് ഉപയോഗിച്ചത്. വിളഞ്ഞ നെൽകൃഷി ഞായറാഴ്ച ഉത്സവാന്തരീക്ഷത്തിൽ കൊയ്തെടുക്കും. VS സുനിൽകുമാർ MLA, TN പ്രതാപൻ MLA, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് എന്നിവർ അതിഥികളാവും. മധുരംപിള്ളിയിൽ 600-ലധികം വാഴകളും 1 ഏക്കറോളം സ്ഥലത്ത് കപ്പയും പച്ചക്കറികളും സംഘം കൃഷി ചെയ്യുന്നുണ്ട്. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനത്ത് നിയമബോധന ക്ലാസ് സംഘടിപ്പിച്ചു. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ പ്രീതി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സജിത ശ്രീനിവാസൻ, രമാരാജൻ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ബിജുമോൻ KS ക്ലാസ് എടുത്തു. നിയമം എന്ന് പറയുമ്പോൾ
എല്ലായിടത്തും ഉണ്ട് നിയമം. നമ്മളത് ശരിക്കൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ചെറിയൊരു പോരായ്മയായിട്ട് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ തന്നെ പണ്ടത്തെ കാലത്തൊക്കെയാണെങ്കിൽ മുതിർന്നവർ വരുമ്പോൾ നമ്മൾ മിനിറ്റ് നിൽക്കുക, അല്ലെങ്കിൽ മുതിർന്നവർക്ക് ഭക്ഷണം കൊടുത്തിട്ടായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പിന്നെ ഭക്ഷണം കൊടുക്കുക. അപ്പം നമ്മൾ ചില കീഴ്വഴക്കങ്ങൾ ഇങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചു വളർന്ന ആൾക്കാരാണ്. സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം 10 മണിക്ക് നമുക്ക് സ്കൂളിൽ എത്തണമെന്ന്. ചെല്ലുമ്പോൾ അവിടെ ടീച്ചർ ഒരു 10 മിനിറ്റ് മുമ്പിൽ എത്തും. ടീച്ചറും അവിടെ സൈൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പേര് വിളിക്കും, അറ്റൻഡൻസ് ഇല്ലേ, ടീച്ചർ വരുമ്പോൾ ഉണ്ടാതിരിക്കണം, ഇട്ട് നിൽക്കണം.